ഞങ്ങൾക്ക് പോയത് ഞങ്ങളുടെ കുഞ്ഞും പോയി 15 വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ച് പോയതാണല്ലോ. ഇങ്ങനെയൊക്കെ പോയത് ദൈവനിശ്ചയമായിട്ട് ഞാൻ കരുതുന്നു. മർദ്ദിച്ച് ഈ ഓടയിൽ വരെ എടുത്ത് മർദ്ദിച്ചിട്ടു എന്ന് പറയുന്നത് അതിനെപ്പറ്റി എന്തെങ്കിലും? എൻ്റെ സാറേ ഞാൻ കണ്ടിട്ടില്ല. അന്നാണേലും ഞാൻ അത് കണ്ടില്ല. ഞാൻ ഒരൊച്ച കേട്ടേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ താഴ്ന്ന് കിടക്കുമായിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല. ഞാൻ വയ്യാതെ ആകുമ്പോൾ ചിലപ്പോൾ അന്ന് ഇന്ന നിപ്പിൽ ഇങ്ങനെ അങ്ങ് തളർന്നു പോകും. അത് ഇവളെ എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തണേ എങ്ങനെ വരുമ്പോൾ. മകന് ഷൈനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, അങ്ങനെ പരാതി ഇല്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഇല്ലാത്ത പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതിയേ ഇല്ല. അങ്ങനെ ഒരു പരാതി കൊച്ചെന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും. ചേച്ചി ജേർണലിസ്റ്റ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ദുബായിലാണ് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ടൂറിസ്റ്റ് വിസയിലൊക്കെ കൊണ്ടുപോയതാണ്. എന്നിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അതിന് പോസ്റ്റ് BSc പഠിപ്പിച്ചത് ചേട്ടനാണ്. ഞങ്ങൾ അങ്ങനെ ഒരു അലമ്പായിട്ടല്ല ഞങ്ങൾ. ഇപ്പോൾ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ സത്യങ്ങൾ ഇങ്ങനെയാണ്. എനിക്ക് പറയാൻ പറ്റിയല്ല, എനിക്ക് വിഷമം വരുന്നു. നമസ്കാരം. ഷൈനിയും മക്കളായ ഇവാനെയും അലീനയും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നോബിയുടെ ചുങ്കത്തെ വീട്ടിലാണ്. നോബിയുടെ ബന്ധുക്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോബിയുടെ അമ്മ ആലീസും ബന്ധുവും പറഞ്ഞുകൊണ്ടൊപ്പം ചേരുകയാണ്. അമ്മയ്ക്ക് എന്താ ഇത് പറയാനുള്ളത്? ഈ പറയുന്നതിനകത്ത് വാസ്തവം അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പോയി, അവളും പോയി. ഞങ്ങളിവിടെ സ്വൈര്യമായിട്ട് 15 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അന്നൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും അവളും കൂടെ പറമ്പിലിറങ്ങി പണിയും. അവളുടെ ഒപ്പം ഞാനും ഉണ്ട്. അടുക്കളയിലെ പണിയിൽ അവൾ തന്നെ ചെയ്യും. ബാക്കി എല്ലാ പണിയിലും ഞാൻ ഈ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ പന്നി കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എങ്ങും ഒരു പന്നിയെ വളർത്തിയിട്ടില്ല. പണ്ട് ഉണ്ടായി ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുടുംബം തുടങ്ങിയപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഏത് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഞങ്ങളതെല്ലാം സ്വീകരിക്കും. ഞങ്ങൾക്ക് പോയത് ഞങ്ങളുടെ കുഞ്ഞും പോയി. അവൾ 15 വയസ്സായിട്ട് 15 വർഷമായിട്ട് ഞാൻ അവളെ കണ്ടുകൊണ്ട് അവളെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പോയതാണല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ പോയത് ദൈവനിശ്ചയമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി പറയുന്നത് ഈ അമ്മയുടെ മകൻ നോബി ഒരുപാട് മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ച് ഈ ഓടയിൽ വരെ എടുത്ത് മർദ്ദിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും? മർദ്ദിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും? എൻ്റെ സാറേ ഞാൻ കണ്ടിട്ടില്ല. അന്നാണേലും ഞാൻ അത് കണ്ടില്ല. ഞാൻ ഒരൊച്ച കേട്ടേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ താഴ്ന്ന് കിടക്കുമായിരുന്നു. താഴ്ന്ന അവളോട് ഞാൻ പഞ്ചസാര എന്നിട്ട് ഒരു പിന്നെ ഈ ശർക്കരയും വായിലിട്ട് ഞാൻ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പറേ എൻ്റെ മുറി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. ഈ നോബി ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പപ്പായും ഞാനും ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവിടെ കിടക്കാതെ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല ഞാൻ. പിന്നെ കുടിക്കാലെന്ന് ഞാൻ പറയാല, അവൻ കുടിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും അന്ന് തന്നെയാണെങ്കിലും അതിനാന്ന് പറയാൻ ഈ അവൻ പോകുക. അപ്പോൾ കുറച്ച് വളം മേടിച്ച് ആ വളം ഇടാനായിട്ട് ഇവർ പോയതാണ്. അല്ലാതെ അത് എന്നെ ഇതെന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു 10-11 മണിയായപ്പം തൊട്ട് ഞാൻ തളർന്ന് കിടക്കണമായിരുന്നു. ഇപ്പോഴും അതെ. എനിക്ക് ഇന്നലെ പള്ളി വെച്ചുണ്ടായി. ഇങ്ങനെ എൻ്റെ കാല് തളർന്നു. അത് ഈ തലച്ചോറിൻ്റെ എനിക്ക് ഇതുണ്ടായിരുന്നത് കൊടിഞ്ഞി. അത് ഇവളെ എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തണേ എങ്ങനെ വരുമ്പോൾ. എല്ലാ ദിവസവും വരികയല്ല. വയ്യാതെ ആകുമ്പോൾ ചിലപ്പോൾ അന്ന് ഇന്ന നിപ്പിൽ ഇങ്ങനെ അങ്ങ് തളർന്നു പോകും. അത് ഡോക്ടർമാർ നോക്കിയിട്ട് കൊടിഞ്ഞിയടയാന്ന് പറയുന്നു. ഞാൻ അന്നേരം അതിങ്ങനെ അങ്ങ് ആയി കഴിയുമ്പോൾ അവൾ പിടിച്ചിട്ട് എവിടെയെങ്കിലും ഇരുത്തും, സെറ്റിയല്ല എവിടെയെങ്കിലും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ ഈ പറയുന്നതൊക്കെ എന്നെ പറഞ്ഞിട്ട് എനിക്ക് അതിലൊന്നുമില്ല. ഞങ്ങൾ അനുഭവിക്കേണ്ടത് ഞങ്ങൾ അനുഭവിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്താ പോകുന്ന കാരണം? പോകാൻ കാരണം അത് ഇവളിവിടുന്ന് ഈ ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി കൂട്ടിക്കൊണ്ട് പോയി. ഈ കുഞ്ഞിനെ ഈ പരാതി കൊടുത്തെന്ന് പറഞ്ഞതിനകത്ത് എന്താ കാര്യമുള്ളത്? ഈ മകന് ഷൈനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, അങ്ങനെ പരാതി ഇല്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു
നിങ്ങൾക്കറിയാലോ, നമ്മളൊരു കംപ്ലയിൻറ്റ്, ചെറിയൊരു കംപ്ലയിൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇത് കാണുമല്ലോ. നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഇല്ലാത്ത പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരാതിയേ ഇല്ല. അങ്ങനെ ഒരു പരാതി കൊച്ചെന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ചേച്ചിക്ക് കിട്ടുന്നേ. സത്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ഇങ്ങനെ കൊടുത്ത പറയാൻ അതിനൊരു തെളിവുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഒരു ഇത് കാണുമല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ അവിടെ അവർ പറഞ്ഞു കേട്ടു ഇവിടെ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. ഷൈനി ഇവിടെ എല്ലാവരുമായിട്ടും എങ്ങനെയായിരുന്നു? ഞങ്ങളിവിടെ യോജിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ഒരു കുടുംബം കണ്ടില്ല. ഇവിടെ ഒരു വേലക്കാരിയെ പോലെയാണ് നിങ്ങൾ കണ്ടതെന്നാണോ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിയുന്ന പണിയാ അത്. അവൾ തന്നെയാന്ന് എന്തും പറഞ്ഞാട്ടെ, എനിക്കതൊന്നും ഒന്നും പറയാനില്ല. എനിക്ക് എന്തും പറഞ്ഞാട്ടെ, അത് പോലീസ് ഇടപെടുന്നുണ്ട്. ശരിയായ മാർഗം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ? അവനെയും തെറ്റ് പറയുന്നില്ല, ഞാൻ അവളെയും തെറ്റ് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം ഇങ്ങനെ തളർന്ന് കിടക്കുമായിരുന്നു. അത് പിന്നെ ശർക്കര ലാസ്റ്റ് അത് തിന്നുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇത് എന്തോ വച്ചോട്ടെ എന്തോ ഇത് എനിക്ക് അതിന് കാരണം ഇവർ രണ്ടുപേരും കൂടെ യോജിച്ച് രാവിലെ തൊട്ടേ എല്ലാം ചെയ്യുന്ന കണ്ടേക്കണം. തലേദിവസം ഇതേ കടയിലൊക്കെ പോയാൽ അവരൊക്കെ ഒരുമിച്ച് അവർ തിരിച്ചു പോകുന്നതാണ്. അല്ല, അത് ചിരിച്ച് കളിച്ച് പോകുന്നതാണ്. ഒരു മനുഷ്യനല്ലേ, എന്തെങ്കിലും ഇത് വരാം. അങ്ങനെ ഏതാണ്ട് ഇത് വന്നതായി ഞാൻ അറിയണത് ഈ ഇത് കൂട്ടാന്ന. രാത്രി ഇറക്കി വിട്ടെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ആരെ? ഷൈനിയെ ഇവിടുന്ന് നോബി അടിച്ചിറക്കി വിട്ടതാണെന്ന് ഷൈനിയുടെ അച്ഛൻ പറയുന്നു. ഷൈനിയുടെ അച്ഛന് അവർക്ക് എന്ത് ഞാൻ പറയാം, അവരിവിടെ വന്നിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയതെന്നാണ് പറയുന്നത്. അവർ ഇവിടെ നിന്നാണോ കൂട്ടിക്കൊണ്ട് പോയത്? അവർ പോലീസിൽ പരാതിയും കൊടുത്തിട്ട് ഷൈനി വന്ന് പപ്പായോട് എന്നോടും പറഞ്ഞില്ല. ഞാൻ അവിടെ കിടക്കുമായിരുന്നു രാത്രിയിൽ. അന്നേരം കൊച്ചിനോട് പറഞ്ഞത് ഇത് പപ്പായോട് പറഞ്ഞത് ഞാൻ പോകുവാണ്, ഇത് കൂട്ട് എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്, അതുകൊണ്ട് ഞാൻ പപ്പായി മമ്മിയും വന്നിട്ടുണ്ട്, പപ്പായുടെ മമ്മിയുടെ കൂടത്തിൽ പോകുക എന്ന് പറഞ്ഞു. അന്നേരം പപ്പായ ഇത്രയും പറഞ്ഞെന്നാ പറഞ്ഞേ, പിന്നെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞതാണ്. ഇവർ തമ്മിലൊരു വയ്യാങ്കളി ഉണ്ടായപ്പം എൻ്റെ ഹസ്ബൻഡാണ് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നിന്നപ്പം പുള്ളിയാണ് പറഞ്ഞ പ്രശ്നം തീർക്ക് ഇതുകൊണ്ട് ചേട്ടനെയും പറഞ്ഞു വിട്ടു, ചേച്ചിയെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അവിടെയാണ് അച്ഛനും അമ്മയും വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയത്. അല്ല, വഴിയിലിറക്കി വിട്ടിട്ടല്ല, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ജോലിക്ക് വിടാതിരുന്നത് എന്തുകൊണ്ടാണ് അമ്മ? ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, ചേച്ചി ജനറൽ നേഴ്സായിരുന്നു. ചേച്ചി ജനറൽ നേഴ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ദുബായിലാണ് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ടൂറിസ്റ്റ് വിസയിലൊക്കെ കൊണ്ടുപോയതാണ്. എന്നിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അതിന് പോസ്റ്റ് BSc പഠിപ്പിച്ചത് ചേട്ടനാണ്. മംഗലാപുരത്തൊരു കോളേജിലാണ് പഠിപ്പിച്ചത്. കോളേജിൻ്റെ പേര് ചേട്ടനാണ് പോസ്റ്റ് BSc പഠിപ്പിച്ചത്. അവിടെ വീടെടുത്ത് 7നെ നിർത്തി ചേച്ചി പഠിപ്പിക്കുകയാണ്. സെക്കൻഡ് ഇയർ ആയപ്പോൾ ചേച്ചിയുടെ ഇളയ അനിയത്തി ഷീന അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അവിടെ വീട് പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം പഠിച്ചിറങ്ങി. അപ്പം മൂത്ത മോനുണ്ടായി. അത് കഴിഞ്ഞ് അവൻ 1.5 വയസ്സുണ്ടോ മമ്മി? എത്ര? 1.5 വയസ്സായില്ല. മമ്മി ഏൽപ്പിച്ചിട്ട് കാരണം എക്സാമിൻ്റെ സമയത്ത് പഠിക്കാൻ അറിയാമല്ലോ, കൊച്ചുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ മമ്മി ഏൽപ്പിച്ചിട്ടാണ് എക്സാം ഒക്കെ എഴുതി. എനിക്ക് കൊച്ചിനെ കിട്ടണത് കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കുക, നീ കൊണ്ടുവന്ന് വിട്ടായിരുന്നു. എനിക്കിവിടെ പണിയില്ലാഞ്ഞിട്ടല്ല, കാരണം പപ്പായുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ കൈ വീണല്ല, സ്ട്രോക്ക് ഉണ്ടായി. അങ്ങനെ തളർന്ന് ഇത് കത്തീറ്ററിട്ട് ഇങ്ങനെയായിരുന്നു. എല്ലാ കാര്യവും നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, എന്നാലും എനിക്ക് എൻ്റെ കൊച്ചു വലുതാണ്, ഞാൻ ആ കൊച്ചിനെ അങ്ങോട്ട് പോയിട്ട് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഞാൻ ആ കൊച്ചിനെ എടുക്കുമായത്. എന്നിട്ട് ഞങ്ങൾ ഒരു അലമ്പായിട്ടല്ല ഞങ്ങൾ. ഇപ്പോൾ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ സത്യങ്ങൾ ഇങ്ങനെയാണ്. എനിക്ക് പറയാൻ പറ്റിയല്ല, എനിക്ക് വിഷമം വരുന്നു. നോബിയുടെ അമ്മ ആലീസ് പറയുന്നത് ഈ മർദ്ദിക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഷൈനിയെ. അത് മാത്രമല്ല, ഷൈനിയുമായിട്ട് വളരെയധികം സ്നേഹത്തോടെയാണ് പോയത് എന്നും ഇവിടെ വീട്ടുജോലിക്കാരിയെ പോലെയല്ല മകളായിട്ട് തന്നെയാണ് കണ്ടിരുന്നതെന്നും അതുപോലെ ഒന്നിച്ച് ഇവർ രണ്ടുപേരും കൂടിയാണ് ജോലി ചെയ്തതെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഇവിടെ അങ്ങനെ ഷൈനിയെ മർദ്ദിക്കുന്നൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് ആലീസും അതുപോലെ തന്നെ നോബിയുടെ ബന്ധുവും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ മകൻ ഷൈനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്നും
അവർ വ്യക്തമാക്കുകയാണ്. തൊടുപുഴയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.